കൊല്ലത്ത് ചേരുന്ന CPM സമ്മേളനത്തിൻ്റെ ലക്ഷ്യം തുടർഭരണത്തിന് തുടർച്ചയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വിനയത്തോടെ മുന്നോട്ട് പോയാൽ തുടർഭരണത്തിന് തുടർച്ച നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതിന് ക്ഷമയോടെ ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും MA ബേബി ഓർമ്മപ്പെടുത്തുന്നു. ആശ്രാം മൈതാനിയിൽ നിന്ന് അരുൺ രാജ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയാണിത്. അവിടെ നിന്ന് അരുൺ രാജ് ചേരുന്നു. അരുൺ രാജ്, നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായോ? കാരണം ചെറിയൊരു സൂചന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് തോന്നിയത് കൊണ്ടാണോ പിന്നീട് നമ്മുടെ പൊളിറ്റ് ബ്യൂറോ സഖാവ് MA ബേബി വീണ്ടും തിരുത്തലുമായി വന്നിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഒന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്. തുടർഭരണത്തിന്റെ തുടർച്ച അനിവാര്യമാണ്. ആ തുടർഭരണത്തിന്റെ തുടർച്ചയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അതിന് ചില നിർദ്ദേശങ്ങൾ കൂടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മുന്നോട്ട് വെക്കുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള മാന്യതയും മര്യാദയും പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകണം. അങ്ങനെ കേട്ടാൽ മാത്രമേ തുടർഭരണത്തിന് തുടർച്ചയുണ്ടാവുകയുള്ളൂ. ഈ ഒരു മര്യാദ കൂടി മുന്നോട്ട് പാലിച്ചാൽ അത് തുടർഭരണം ലക്ഷ്യമിട്ടുള്ള നീക്കം അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നതാണ് MA ബേബിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ അദ്ദേഹം ഈ ഉദ്ഘാടന വേദിയിലും കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ നിലപാട് ഈ രീതിയിൽ തന്നെയായിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഈ തുടർഭരണം തുടർച്ച എന്നുള്ളത് ചിലരുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് യാഥാർത്ഥ്യമായി എന്നുള്ളതായിരുന്നു ചിലർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്നതല്ല. അത്തരമൊരു അബദ്ധ ചിന്തയാണ്. അതിന് പ്രവർത്തനം അനിവാര്യമാണെന്നാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഈ സമ്മേളനത്തിലൂടെ കഴിയുമെന്ന ഉറച്ച വിശ്വാസം MA ബേബി ഈ ഉദ്ഘാടന വേളയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ ശൂരനാട്ട് നിന്ന് തുടക്കം കുറിക്കും. ഈ കൊടിമര ജാഥ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സമ്മേളന നഗരിയായ ആശ്രമ മൈതാനത്ത് എത്തുക. ആശ്രമ മൈതാനത്ത് വൈകിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലായിരിക്കും ദീപശിഖ കൊടിമര ജാഥ അവിടെ എത്തുമ്പോൾ അവിടെ സ്വീകരിച്ചുകൊണ്ട് കൊടിമര ജാഥ അവിടെ സ്വീകരണത്തിന് ശേഷം ഈ കൊടിമരം ഔദ്യോഗികമായി സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കൊടിമര ജാഥ അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. നാളെ മുതലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സമ്മേളനത്തിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ PB അംഗം കൂടിയായ MA ബേബി വ്യക്തമാക്കുകയാണ്. തുടർഭരണത്തിന്റെ തുടർച്ചയാണ് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അത്തരം ചർച്ചകൾ കൂടി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്നും യാതൊരു ആശങ്കകൾക്കും ഇടം നൽകാതെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അരുൺ രാജ്.